ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CSAT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 കെമിസ്ട്രി, ജനറൽ സയൻസിൽ കെമിസ്ട്രി. അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്കൊരു തെറ്റ് പറ്റിപ്പോയിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ വീഡിയോ ആരംഭിക്കുമ്പോൾ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷം ഏകദേശം ആവാറായി, നിസ്സാര ദിവസങ്ങളേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ 30/5/2023 നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയത്. ആ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നു. ഫസ്റ്റ് വീഡിയോ ആയിരുന്നു യൂട്യൂബിൽ, അത് ഡിലീറ്റ് ചെയ്തത് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയതുകൊണ്ടാണ്. കാരണം നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. നമ്മളത് പിന്നീടാണ് ശ്രദ്ധിച്ചത്. അത് അപ്ലോഡ് ചെയ്ത് കുറച്ച് നാൾക്ക് ശേഷമാണ് മനസ്സിലാക്കിയത്. അങ്ങനെ അത് ഡിലീറ്റ് ചെയ്തു. അതിന് പകരം നമ്മൾ പുതിയ വീഡിയോ ഒക്കെ എടുക്കുന്ന എല്ലാ വീഡിയോയിലും പറയാറുണ്ടെങ്കിൽ എടുത്തിട്ടില്ല. അപ്പോൾ പുതിയ വീഡിയോ നമ്മൾ ചെയ്യും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ 30/5/2024 വരുമ്പോൾ ശരിക്കും ഒരു വർഷം ആകണം യൂട്യൂബ് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട്, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം അതാണ് നമ്മൾ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞത് 30/5/2023 വരുമ്പോൾ ഒരു വർഷം ആവുന്നു എന്നാണ് പറഞ്ഞത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം അത് ദയവേത് ക്ഷമിക്കണം. ഞാനത് തെറ്റി പറഞ്ഞതാണ്. അപ്പോൾ യൂട്യൂബ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്ത് പറയുന്നത്. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് വരരുതെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയും. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ എന്ത് തന്നെയായാലും ഈ ബുക്കിലെ ഫസ്റ്റ് വീഡിയോ എന്നുള്ള രീതിയിൽ അതിന് ബുക്കിലെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. എന്ത് തന്നെയായാലും 30/5/2024 ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല. എന്തായാലും ഒന്നിലും ആ ദിവസം നമ്മൾ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മൾ ഈ ബുക്കിലെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ്. പറഞ്ഞ പോലെ എന്താ പറയാ, ഈ ബുക്കിനെ കുറിച്ചുള്ള സിലബസ്, അതുപോലെ തന്നെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതും ഇനി എടുക്കാൻ പോകുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഒരു 2 വീഡിയോ ആയിട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. 2 വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് നടക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ആൽക്കൈൻ, എർത്ത്, മെറ്റൽസ് ഇൻ നേച്ചർ. 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 ആൽക്കലിൻ, എർത്ത്, മെറ്റൽസ് in nature. Although none of the elements is found in nature in its pure metallic state, compounds containing calcium and magnesium are found throughout nature. Although none of the elements is found in nature in its pure metallic state, compounds containing calcium and magnesium are found throughout nature. Although none of the elements is found in nature in its pure metallic state, compounds containing calcium and magnesium are found throughout nature. Although none of the elements is found in nature in its pure metallic state, compounds containing calcium and magnesium are found throughout nature. Taking these compounds into account, calcium is the 5th most abundant element, 3.63% in the earth crust, and magnesium the 8th, 2.09%. Limestone, marble and chalk are all forms of calcium carbonate. Seashells, pearls, bones and teeth all contain a large amount of calcium carbonate. Magnesium is found not only in many minerals including asbestos but also in seawater. Compounds of calcium and magnesium are also found in fresh water, where they are responsible for its hardness. The other alkane earth metals are less abundant
The other alkane earth metals are less abundant. Radium, a radioactive element, is found in low concentrations in pitchblende. The other alkane earth metals are less abundant. Radium, a radioactive element, is found in low concentrations in pitchblende. The other alkane earth metals are less abundant. Radium, a radioactive element, is found in low concentrations in pitchblende and is formed during the radioactive disintegration of uranium-238. Alkane earth metals are found in +2 oxidation states in the compounds they form. The metals are usually purified by electrolysis of their molten chlorides. Alkane earth metals are found in +2 oxidation states in the compounds they form. The metals are usually purified by electrolysis of their molten chlorides. ഇനി നമുക്ക് പറയാനുള്ളത് ores of copper. Ores of copper. The ores of copper are 1. Copper glands Cu2S, 2. Copper pyrites CuFeSO2, 3. Cuprite or ruby copper Cu2O, and 4. Malachite CuOH2, CuCO3. Copper is extracted mainly from copper pyrites. Copper occurs in native as well as combined states. ഇനി നമുക്ക് പറയുന്നത് ഓർസോ സിൽവർ. The orso silver are 1. Argentite. The orso silver are 1. Argentite silver glands Ag2S, 2. Corn silver AgCl, and 3. Pyrargyrite ruby silver Ag2S, Sb2S3. Silver occurs in native as well as combined states. Silver is a white lustrous metal. It gets tarnished when exposed to air due to presence of H2S. The orso silver are 1. Argentite silver glands Ag2S, 2. horn silver AgCl, and 3. Pyrargyrite ruby silver Ag2S, Sb2S3. Silver occurs in native as well as combined states. Silver occurs in native as well as combined states. Silver is a white lustrous metal. It gets tarnished when exposed to air due to presence of H2S. It gets tarnished when exposed to air due to presence of H2S. ഓർസോ സിൽവർ, ഓർസോ കോപ്പർ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറഞ്ഞത് ഓർസോ ഗോൾഡ്. Gold occurs native in nature, mainly mixed in quartz rocks. It also occurs in alluvial sands of rivers. The main process of obtaining gold is the Arthur Forest cyanide process. ഇനി നമുക്ക് പറയാനുള്ളത് ലെഥനൈഡ്സ്. ഇതിന്റെ ബാലൻസ് ഭാഗം വരുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ വരുന്നുണ്ട്. അതിന്റെ അരികത്തായിട്ടാണ് ഇതിന്റെ ബാലൻസ് ഭാഗം വരുന്നത്. Leathanides are the chemical elements. That follow lanthanum in group 3b of the periodic table. Their distinguishing atomic feature is that they fill the 4f electronic subshell. Lanthanides are the chemical elements that follow lanthanum in group 3b of the periodic table. Lanthanides are the chemical elements that follow lanthanum in group 3b of the periodic table. Their distinguishing atomic feature is that
they fill the 4 of electronic subshell. In principle, elements having atomic numbers between 5 to 271 come under the lanthanide series. Cerium, symbol C, atomic number 58. Praseodymium, Pr, atomic number 59. Neodymium, Nd, atomic number 60. Promethium, Pm, atomic number 61. Promethium, Pm, atomic number 61. Samarium, Sm, atomic number 62. Europium, Eu, atomic number 63. Gadolinium, Gd, atomic number 64. Terbium, Tb, atomic number 65. Dysprosium, Di, atomic number 66. Holmium, H, atomic number 67. Erbium, Er, atomic number 68. Thulium, Th, atomic number 69. Ytterbium, Yb, atomic number 70. And lutetium, Lu, atomic number 71. Most chemicists also include leadanum, La, atomic number 57. In the series, because its properties are very similar those of the lanthanides, proof it does not fill the 4F subshell. ഒന്നുകൂടി പറയാം, lanthanides. Lanthanides are the chemical elements that follow lanthanum in group 3b of the periodic table. Lanthanides are the chemical elements that follow lanthanum in group 3b of the periodic table. This distinguishing atomic features is that they fill the 4 electronic subshell. In principle, elements having atomic numbers between നമുക്ക് ലഥനൈഡ്സ് ഒരിക്കൽ കൂടി പറയാം. Lanthanides are the chemical elements that follow lanthanum in group 3b of the periodic table. Their distinguishing atomic feature is that they fill the 4F electronic subshell. In principle, elements having atomic numbers between 58 to 71 come under the lanthanide series. Cerium, symbol C, atomic number 58. Cerium, symbol C, atomic number 58. Praseodymium, Pr, atomic number 59. Neodymium, Nd, atomic number 60. Promethium, Pm, atomic number 61. Samarium, Sm, atomic number 62. Europium, Eu, atomic number 63. Gadolinium, Gd, atomic number 64. Terbium, Tb, atomic number 65. Dysprosium, Dy, atomic number 66. Holmium, H, atomic number 67. Erbium, Er, atomic number 68. Thulium, Th, atomic number 69. Ytterbium, Yb, atomic number 70. And lutetium, Lu, atomic number 71. Most chemists also include lanthanum, La, atomic number 57 in the series because its properties are very similar those of the lanthanides. Proof it does not fill the 4F subshell. Most chemicists also include lanthanum, La, atomic number 57 in the series because its properties are very similar those of the lanthanoids. Proof it does not fill the 4F subshell. Alkane earth metals in nature. Alkane earth metals in nature. Ores of copper, ores of silver, ores of gold. പിന്നെ ലാന്തനൈഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ തന്നെ.
അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ്. അപ്പോൾ ദയവേത് ക്ഷമിക്കുക എന്നുള്ളത് പ്രത്യേകം പറയാണ്. പ്ലീസ് അഡ്ജസ്റ്റ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് അയോണിക് സബ്സ്റ്റൻസസ്. Properties of ionic substances. Properties of ionic substances. Properties of ionic substances. Laboratory experiments reveal that in general, ionic substances are characterized by the following properties. A. In solid phase at room temperature, they do not conduct appreciable electric current. B. In the liquid phase, they are relatively good conductors of electric current. In the liquid phase, they are relatively good conductors of electric current. The conductivity of ionic substances is much lesser than that of metallic substances. C. They have relatively high melting and boiling points. D. They have relatively low volatilities and low vapor pressures. E. They are brittle and easily broken when stress is exerted on them. F. Those that are soluble in water form electrolytic solutions that are good conductors of electricity. However, there is a wide range with regard to solubilities of ionic compounds. For example, at 25 degrees Celsius, 92 G of sodium nitrate NaNO3 dissolves in 100 G of water, while on 0.0002 G of BaSO4 dissolves in the same mass of water. F. Those that are soluble in water form electrolytic solutions that are good conductors of electricity. However, there is a wide range with regard to solubilities of ionic compounds. For example, at 25 degrees Celsius, 92 G of sodium nitrate NaNO3 dissolves in 100 G of water, while only 0.0002 G of BaSO4 dissolves in the same mass of water. Properties of ionic substances. Laboratory experiments reveals that in general, ionic substances are characterized by the following properties. A. In solid phase at room temperature, they do not conduct appreciable electric current. B. In the liquid phase, they are relatively good conductors of electric current. The conductivity of ionic substances is much lesser than that of metallic substances. In the liquid phase, they are relatively good conductors of electric current. The conductivity of ionic substances is much lesser than that of metallic substances. C. They have relatively high melting and boiling points. D. They have relatively low volatilities and low vapor pressures. They have relatively low volatilities and low vapor pressures. E. They are brittle and easily broken when stress is exerted on them. F. Those that are soluble in water form electrolytic solutions that are good conductors of electricity. However, there is a wide range with regard to solubilities of ionic compounds. For example, at 25 degrees Celsius, 92 G of sodium nitrate NaNO3 dissolves in 100 G of water, while only 0.0002 G of BaSO4 dissolves in the same mass of water, while only 0.0002 G of BaSO4 dissolves in the same mass of water. പ്രോപ്പർട്ടീസ് അയോണിക് സബ്സ്റ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പറയുന്നത് കെമിക്കൽ നൊട്ടേഷൻസ്. Chemists have developed a unique system of symbols and notations designed to simplify the writing of chemical names, reactions, and processes. The system also shows the mathematical relations of atoms and reacting chemicals.
the way atoms are put together to form complex molecules, the type of chemical bond between atoms, and sometimes the three-dimensional structure of complicated structures. Chemists have developed a unique system of symbols and notations designed to simplify the writing of chemical names, reactions, and processes. This system also shows the mathematical relations of atoms and reacting chemicals, the way atoms are put together to form complex molecules, the type of chemical bond between atoms, and sometimes the three-dimensional structure of complicated structures. The chemical notations നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Notations of atoms. The early old chemists used various symbols to represent the chemicals they used, a custom that was continued into the 19th century. JSNS Jacob Berzelius of Sweden was the first to use letters to represent the elements. In most cases, he was able to use the first letter of the name of the element as its symbol. O stood for oxygen, C for carbon, H for hydrogen, etc. Two letters are used to distinguish between elements that have the same initial letter. For example, N for nitrogen, Ne for neon, and Ni for nickel. Sometimes the symbol is derived from the Latin name of the element. For example, gold, aurum is Au, iron, ferrum is Fe, and lead, plumbum is Pb. Thus, the element cobalt, Co, is distinguished from the compound carbon monoxide, CO. The early old chemists used various symbols to represent the chemicals they used, a custom that was continued into the 19th century. JSNS Jacob Berzelius of Sweden was the first to use letters to represent the elements. In most cases, he was able to use the first letter of the name of the element as its symbol. O stood for oxygen, C for carbon, H for hydrogen, etc. Two letters are used to distinguish between elements that have the same initial letter. For example, N for nitrogen, Ne for neon, and Ni for nickel. Sometimes the symbol is derived from the Latin name of the element. For example, gold, aurum is Au, iron, ferrum is Fe, and lead, plumbum is Pb. Thus, the element cobalt, CO, is distinguished from the compound carbon monoxide, CO. The notations of atoms നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയുന്നത് gas volumes in chemical reactions. Gas volumes in chemical reactions. At the same temperature and pressure, equal volumes of different gases contain identical numbers of molecules. At the same temperature and pressure, equal volumes of different gases contain identical numbers of molecules. The volumes and number of molecules in a chemical reaction all relate to one another in identical ratios. When methane, CH4, the main constituent of natural gas, is burned, the balanced equations for the reactions is CH4 gas plus 2O2 gas, CO2 2 gas plus 2H2O gas. This equation shows that one volume of methane needs 2 volumes of oxygen to burn it, and that 1 volume of carbon dioxide and 2 volumes of water vapor are produced. The volumes are compared at the same temperature and pressure. At the same temperature and pressure, equal volumes of different gases contain identical numbers of molecules. The volumes and
numbers of molecules in a chemical reaction or relate to one another in identical ratios. At the same temperature and pressure, equal volumes of different gases contain identical numbers of molecules. The volumes and number of molecules in a chemical reaction all relate to one another in identical ratios. When methane (CH4), the main constituent of natural gas, is burned, the balanced equation for the reaction is CH4 gas plus 2O2 gas, CO2 gas, 2H2O gas. This equation shows that 1 volume of methane needs 2 volume of oxygen to burn it, and that 1 volume of carbon dioxide and 2 volumes of water vapor are produced. The volumes are compared at the same temperature and pressure. This equation shows that 1 volume of methane needs 2 volume of oxygen to burn it, and that 1 volume of carbon dioxide and 2 volumes of water vapor are produced. The volumes are compared at the same temperature and pressure. Gas volumes in chemical reactions നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ്. Chemical reactions occur when atoms or molecules combine to form products with new properties. Plants and animals are literal chemical factories driven by chemical reactions. Chemical reactions occur when atoms or molecules combine to form products with new properties. Plants and animals are literal chemical factories driven by chemical reactions. Therefore, chemical reaction can be defined as a process by which atoms or groups of atoms are redistributed, resulting in a change in the molecular composition of substances. An example of a chemical reaction is formation of rust, iron oxide, which is produced when oxygen in the air reacts with iron. The products obtained from a given set of reactants or starting materials depends upon the conditions under which the chemical reaction occurs. Careful study, however, shows that although products may vary with changing conditions, some quantities remain constant during any chemical reaction. These constant quantities, called the conserved quantities, include the number of each kind of atom present, the electric charge, and the total mass. Products may vary with changing conditions. Some quantities remain constant during any chemical reaction. The constant quantities, called the conserved quantities, include the number of each kind of atom present, the electrical charge, and the total mass. നമ്മുടെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ട്, ദയവേത് ക്ഷമിക്കാം, ചില ഭാഗത്തൊക്കെ. Chemical reactions occur when atoms or molecules combine to form products with new properties. Chemical reactions occur when atoms or molecules combine to form products with new properties. Plants and animals are literal chemical factories driven by chemical reactions. Therefore, chemical reaction can be defined as a process by which atoms or groups of atoms are redistributed, resulting in a change in the molecular composition of substances. An example of a chemical reaction is formation of rust, iron oxide, which is produced when oxygen in the air reacts with iron. The products obtained from a given set of reactants or starting materials depend upon the conditions under which the chemical reactions occurs. Careful study, however, shows that although products may vary with changing conditions, some quantities remain constant during any chemical reaction.
These constant quantities, called the conserved quantities, include the number of each kind of atom present, the electrical charge, and the total mass. Products may vary with changing conditions. Some quantities remain constant during any chemical reaction. These constant quantities, called the conserved quantities, include the number of each kind of atom present, the electrical charge, and the total mass. Products may vary with changing conditions. Some quantities remain constant during any chemical reaction. These constant quantities, called the conserved quantities, include the number of each kind of atom present, the electrical charge, and the total mass. Products may vary with changing conditions. Some quantities remain constant during any chemical reaction. These constant quantities, called the conserved quantities, include the number of each kind of atom present, the electrical charge, and the total mass. Products may vary with changing conditions. Some quantities remain constant during any chemical reaction. These constant quantities, called the conserved quantities, include the number of each kind of atom present, the electrical charge, and the total mass. കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് സെന്റൻസ് നമുക്ക് കുറിച്ച് കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് ഡിമ്മാണ ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ രീതിക്ക് അങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത് ഹെൽപ്ഫുൾ ആയിരിക്കും CSAT എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ. എന്നാലും നമ്മുടെ വീഡിയോസിൽ പോരായ്മകളും ഒക്കെ എന്ത് തന്നെയായാലും ഉണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമില്ല എന്നുള്ള വലിയൊരു പ്രശ്നം തന്നെയാണ്. നമുക്ക് പറയാൻ ആഗ്രഹമുണ്ട് ഒരുപാട് പ്രാവശ്യം വെക്കാം, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിക്ക് അങ്ങ് സെറ്റ് ചെയ്ത് പോവുകയാണ്. ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രാവശ്യം പറയും. മുന്നേ ചെയ്ത വീഡിയോയിലൊക്കെ നമ്മൾ പറയുമായിരുന്നു. എന്തായാലും വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു എന്താ പറയാ ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും CSAT എന്നുള്ള രീതിയിൽ നമ്മൾ 10 times 5 times 6 times 8 times ഒക്കെ ശരിക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് കാര്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. എന്നാലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്തായാലും CSATക്ക് വേണ്ടി നിങ്ങൾക്ക് അത് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സാഹചര്യങ്ങളൊക്കെ എന്തായാലും അനുകൂലമാവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കൂടുതൽ പ്രാവശ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് മോളിക്യൂൾസ് വേഴ്സസ് മിക്സ്ചേഴ്സ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവായി ക്ഷമിക്കുക. കെമിക്കൽ എനർജറ്റിക്സ്, റയർ എർത്ത്, ഓർസ് ഓഫ് സിങ്ക്, ഓർസ് ഓഫ് മെർക്കുറി, ഓർസ് ഓഫ് ബോറോൺ, ഓർസ് ഓഫ് അലുമിനിയം, ലാന്തനൈഡ്സ് ഇൻ നേച്ചർ. കെമിക്കൽ റേറ്റ്സ് ആൻഡ് മെക്കാനിംസ്, കെമിക്കൽ ഈക്വിലിബ്രിയം, ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്, അയോണിക് റിയാക്ഷൻസ്, പിന്നെ ഒരു ഫിഗർ, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ്, ഇലക്ട്രോൺ ഷെയറിംഗ് റിയാക്ഷൻസ്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ്, കെമിക്കൽ സിന്തസിസ്. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ജനറൽ സയൻസിൽ കെമിസ്ട്രി. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സുകളൊക്കെ ദയവായി ശ്രദ്ധിക്കുക. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യും, സോങ്സ് മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ
ദയവേത് എന്നോട് ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം പറയണം. നമ്മുടെ എല്ലാ വീഡിയോസും ദയവേതൊന്ന് വാച്ച് ചെയ്യണം എന്നുള്ളതും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ലൊരു വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.